السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ നാട്ടിൽ വന്നാൽ കേരളത്തിലെ പ്രവർത്തനങ്ങളെ നമുക്ക് ഓർമ്മയാവും. നിങ്ങളോരോന്ന് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലാതെ വേറൊരു വഴിയില്ല. ഒരുപാട് അധ്വാനങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പുതിയ അവസരങ്ങൾ ഉണ്ടാക്കാനും ഉള്ളത് നഷ്ടപ്പെടുത്താതിരിക്കാനും ഒക്കെ എപ്പോഴും ജാഗ്രത വേണ്ട ഒരു വിഷയമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ മേഖലയിലുള്ള അധ്വാനം, അതുപോലെ അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന മനസ്സിൻ്റെ പ്രയാസം, അതൊക്കെ അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്ന സൽക്കർമ്മങ്ങളായി മാറ്റുമാറാവട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കണം. ഞാനിവിടെ വന്ന ഈ വിഷയം പറയേണ്ട ഒരു കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. കാരണം ഇവിടെ തന്നെ ഇഷ്ടം പോലെ പണ്ഡിതന്മാരുണ്ട്. പിന്നെ നമുക്കൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു ശബ്ദം മാറാൻ വേറെ ഒച്ചയേക്കാനൊരു ബുദ്ധി, അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണല്ലോ. അപ്പോൾ ആ നിലക്ക് വേറൊരു ശബ്ദവുമായി ഞാൻ വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യണത്. അതിൻ്റെ ഗൗരവം നിങ്ങൾക്കറിയാം. എന്നാലും വീണ്ടും വീണ്ടും അത് നമ്മുടെ മനസ്സിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ സ്ഥാനം, അതിൻ്റെ പ്രാധാന്യം, അത് വിവരിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞത്, അതിൻ്റെ മുകളിൽ ഖുർആനും ഹദീസും സൂചിപ്പിച്ചത് അനേകമുണ്ട്. ഞാനിവിടെ ചില കാര്യങ്ങൾ മാത്രം പറയുള്ളൂ. അതിലൊന്ന് പെട്ടെന്ന് എനിക്കിങ്ങനെ ഇതിൻ്റെ പ്രാധാന്യം നമ്മുടെ മനസ്സ് കിട്ടുതരാൻ തോന്നിയ ചില വാചകങ്ങളാണ്. അതിലൊന്ന് ഇമാം മാലിക് പറഞ്ഞത്, അസുന്നത്ത് സഫീനത്ത് നൂഹിൻ. സുന്നത്ത് അഥവാ ഹദീസ് നൂഹ് നബിയുടെ കപ്പലാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയും. നൂഹ് നബിൻ്റെ മകനോട് നൂഹ് നബി പറഞ്ഞല്ലോ, മോനെ കപ്പലിൽ കയറിക്കോ അല്ലെങ്കിൽ കൊടുങ്ങും. മകൻ പറഞ്ഞു, ഞാൻ ആ മലയിൽ പോയി രക്ഷപ്പെട്ടോളാം. നൂഹ് നബിക്ക് മനസ്സിലായി മലയിൽ പോയാലൊന്നും രക്ഷപ്പെടില്ല, ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല അതിൽ കയറാത്തവർ. ഇതുപോലെയാണ് നബി തിരുമേനിൻ്റെ ഹദീസ്. അതാണ് ഇമാം മാലിക് പറയണത്. അത് നൂഹ് നബിയുടെ കപ്പലാണ്, അതിലാറ് കയറിയോ അവർ വിജയിച്ചു. എന്നാൽ അതിൽ കയറാൻ വൈമനസ്യം കാണിച്ചോൻ നശിക്കും. ഇതിപ്പോൾ എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം ഹദീസിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തന്നത്. ഞാനതിനെപ്പറ്റി കൂടുതലൊന്നും പറയില്ല. അടുത്ത വാചകം ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹം പറയണം, മൻ റദ്ദ ഹദീസ റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരുമേൻ്റെ ഹദീസ് ആരെങ്കിലും തള്ളിയാൽ, അത് ഇത്ര കണക്കൊന്നും പറഞ്ഞില്ല, നബിയുടെ ഹദീസ് ആര് തള്ളിയാൽ, ഇനി എത്രനാണെങ്കിലും, ഫഹുവ അലാ ശഫാ ഹലക, അവൻ നാശത്തിൻ്റെ വക്കീലാണ്, എപ്പോഴും നശിക്കാം എന്നൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തീക്കളിയാണ് ഇതെന്നർത്ഥം. നിമ കളിച്ചാൽ വലിയ അപകടം ഉണ്ടാകും. ഇനി മറ്റൊരു ഇമാമിൻ്റെ വാചകം, ഇമാം അൽ ബർബഹാരി, വാലം, നീ അറിയണം, അന്നൽ ഇസ്ലാമ ഹുവ സുന്ന, ഇസ്ലാം എന്ന് പറയുന്നത് സുന്നത്താണ്. ഇതൊക്കെ ആധികാരിക പണ്ഡിതന്മാർ ഖുർആനും സുന്നത്തും നന്നായി ആഴത്തിൽ ഗ്രഹിച്ച് അതിൽ നിന്നെടുക്കുന്ന വാചകങ്ങളാണ്. നമ്മളെ പോലുള്ള ആൾക്കാർ പറയണമല്ല എന്ന് പറയാം.
ഇസ്ലാം എന്നത് സുന്നത്താണ്, ഒന്ന് ഹദീസാണ്. വസ്സുന്നത്ത് ഹിയൽ ഇസ്ലാം, സുന്നത്ത് അതത്ര ഇസ്ലാം. വലാ യഖൂമു അഹദുഹുമാ ഇല്ലാ ബിൽ-ആഖർ, അതിലൊന്ന് നിലനിൽക്കണമെങ്കിൽ മറ്റേതും വേണം. ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ സുന്നത്ത് വേണം, സുന്നത്ത് നിലനിൽക്കണമെങ്കിൽ ഇസ്ലാം വേണം. ഇതൊക്കെ ഇതിൻ്റെ പ്രാധാന്യം പറയുന്ന ആളാണ്. ഇതൊക്കെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാലത്ത് നബി തിരുമേനി ഖളാ ഖദറിനെ പറഞ്ഞ വിഷയം പിന്നെ ഖുർആനിലും പറഞ്ഞതാണ്. പക്ഷേ ഹദീസാകുമ്പോൾ ഒന്നും കൂടി ആൾക്കാർക്ക് ഇതിൽ ചവിട്ടിക്കയറാനൊരു സുഖമാണല്ലോ. അപ്പോഴും അങ്ങനെ തന്നെ ഇസ്ലാമിനോട് താല്പര്യമില്ലാത്തവർ. അപ്പോൾ ഖളാ ഖദറിൻ്റെ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിച്ചതല്ലാത്ത രൂപത്തിൽ ഒരു വികലമായ വിശ്വാസം ഏതോ ഒരു കൂട്ടർക്കുണ്ട് എന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ, ഇബ്നു ഉമർ എന്ന സഹാബി പറഞ്ഞ് അവരെ അറിയിക്കുക, ഞാനും അവരുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെ ആ തള്ളുന്നവരെ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും അല്ലാഹ് അത് സ്വീകരിക്കൂല. എങ്ങനെയുണ്ട്? ഉഹുദ് മലയോളം സ്വർണം, ഒരു പവൻ്റെ സ്വർണത്തിൻ്റെ വില നമുക്കറിയാം. ഉഹുദ് മലയോളം സ്വർണം അവർ അള്ളാൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചാലും ഖളാ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ അവരെ സ്വർഗത്തിൽ പോകൂല. ഇവരൊക്കെ ഇസ്ലാമിൻ്റെ ആധികാരികമായി അഭിപ്രായം പറയാൻ പറ്റുമല്ലോ, സഹാബികളാണല്ലോ അവരൊക്കെ. ഇതുപോലെ വേറൊരുത്തൻ സിറിയയിലുള്ളൊരു മനുഷ്യനെപ്പറ്റി വളരെ അടുത്തൊരു കൂട്ടുകാരനായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കത്തിടപാടുകൾ നടത്തുന്ന അത്ര അടുത്ത കൂട്ടുകാരനാണ്. അതിലൊരിക്കൽ അദ്ദേഹത്തിന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതി എന്താണെന്നറിയോ, നീ ഖളാ ഖദറിൽ എന്തോന്ന് മോശമായൊരു അഭിപ്രായം എന്നെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ഇനി അറിയുക, മേലാൽ നീ എനിക്ക് കത്തെഴുതരുത്. അത് നമുക്കിപ്പോൾ ചില ഹദീസുകൾ ചിലരൊക്കെ തള്ളും, നമുക്കത് പ്രശ്നമല്ല, അങ്ങനെയുള്ളൂ. അപ്പം എന്താ, അങ്ങനെയൊന്നുമല്ല, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പറയാം. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറയും, ഒരു ഹദീസ് ചിലപ്പോൾ നമ്മൾ ഒന്നല്ലേ അങ്ങനെയൊക്കെ പറയും. കാരണം ഒരു ഹദീസ് തള്ളിയാൽ തന്നെ ഇപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞല്ലോ, നാശത്തിൻ്റെ വക്കിലാണ്. ഒന്ന് തന്നെ തള്ളിയാൽ പിന്നെ അതവന് മനസ്സിന് പാകപ്പെട്ടു, ഈ ഹദീസ് സ്വീകാര്യമല്ല, ഞാൻ തള്ളും, പിന്നെ അവിടെ നിൽക്കൂല. അതങ്ങനെയാണ്, ഒന്ന് കഴിഞ്ഞാൽ അങ്ങനെ പോകരുത്. അതുകൊണ്ടായിരിക്കും നിങ്ങളൊക്കെ കേട്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിനൊരു ചെറിയ പുസ്തകമുണ്ട്, അദ്ദേഹത്തിൻ്റെ മിക്കതും ചെറുതാണ്, വലുതുണ്ട്, ഒക്കെ വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ അതിലൊന്ന് നവാഖിലുൽ ഇസ്ലാം, അതിൽ 5ഉം 6ഉം എന്താണ്, അതൊക്കെ പറയുമ്പോൾ ഇത്ര ഗൗരവം നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിയവർക്കാണ് അതിന് ഗൗരവം തിരിഞ്ഞ്. അതിൽ 5-മത്തെ എന്താണെന്നറിയോ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇസ്ലാമിനെ തകർക്കുന്ന 10 കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ 5-മത് പറഞ്ഞത് മൻ അബ്ഗള ശൈഅൻ മിമ്മാ ജാഅ ബിഹിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി കൊണ്ടുവന്ന ഏതെങ്കിലും ഒന്നിനെ ഒരാൾ വെറുത്താൽന, ഒന്ന് എങ്കിൽ കാഫറാവുന്ന പറഞ്ഞു. വലു അമില ബി, പിന്നെ അത് അമൽ ചെയ്താലും ശരി. അതെന്തുകൊണ്ടായി തെളിവ് പറഞ്ഞു, ദാലിക ബി അന്നഹും കരിഹുമ അൻസലല്ലാഹ്, അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹ് ഇറക്കിയതിനെ അവർ വെറുത്തു. അതുകൊണ്ട് ഫഅഹ്ബത്ത അഅമാലഹും, അവരുടെ അമലുകളൊക്കെ അള്ളാഹ് പൊളിച്ച് കളഞ്ഞു. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് തെളിവായിട്ട് അദ്ദേഹം പറയാം. കാരണം റസൂലായിട്ട് അംഗീകരിച്ചാൽ പിന്നെ റസൂൽ പറയണമൊക്കെ കേൾക്കണ്ടേ. അതൊന്നിനോട് ഒരാൾക്ക് വെറുപ്പ്, എന്നിട്ടത് തള്ളുന്നതിനെ പറ്റി പറയണം. 6-മത്തത് പറഞ്ഞ് മൻ ഇസ്തഹസഅ ബിശൈഇൻ മിൻ ദീനിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി കൊണ്ടുവന്ന ഏതെങ്കിലും ദീനിൻ്റെ ഒരു വിഷയത്തെ ഒരാൾ പരിഹസിച്ചാൽ, കളിയാക്കുക, അല്ലെങ്കിൽ സവാബി ഔ ഇഖാബി, അല്ലെങ്കിൽ റസൂൽ തിരുമേനി പറഞ്ഞല്ലോ ചിലതിന് ഇന്ന പ്രതിഫലമുണ്ട്, ചിലത് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന കുറ്റമുണ്ടെന്നൊക്കെ, അതിനെ കളിയാക്കിയാൽ കാഫറായി. ഇതൊന്നും ഞാൻ പറയണ കേട്ടോ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ തെളിവെന്താ, ഖുൽ പറയുക പ്രവാചകരെ, സൂറത്ത് തൗബയിലെ വചനം, അബില്ല, അള്ളാഹുവിനെയാണോ, ആയാത്തി അവൻ്റെ ആയത്തുകളെയാണോ, റസൂലി അവൻ്റെ റസൂലിനെയാണോ, കുന്തും തസ്തഹ്സിഊൻ നിങ്ങൾ പരിഹസിക്കുന്നത്.
ലാ താഴ്ത്തതിർ, നിങ്ങളിനി ഉദറ് പറയണ്ട, കഴിവ് പറയണ്ട. ഖദ് കഫർത്തും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാന് ശേഷം നിങ്ങൾ കാഫറായിരിക്കുന്നു. ഇത് വാസ്തവത്തിൽ ആരെപ്പറ്റിയാണ്? ഇതൊരു കൂട്ടർ ഹദീസും കൂടിയല്ല തള്ളി, ഹദീസ് ജീവിതത്തിൽ പകർത്തുന്നവരെ പരിഹരിച്ചതാണ്. നമ്മളൊക്കെ ഹദീസ് ജീവിതത്തിൽ പകർത്തി നടക്കുമ്പം അവരെ ആരെങ്കിലും പരിഹരിച്ചാൽ അതുപോലും വലിയ അപകടമാണ്. നേർക്കുനേരെ ഹദീസിനെ നിശ്ചയിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും. അപ്പോൾ എന്താണ് ഇവിടെ? ഒന്ന് തള്ളാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. അത് അവിടെ നിൽക്കില്ല, അത് പിന്നെ കൂടും. ഇപ്പോൾ ചേകനൂരിന് പറ്റിയത്, ഇപ്പോൾ ഈ ജാമിദ ടീച്ചർ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയത് ഇങ്ങനെയാണ്. ആദ്യ ഹദീസിനെ കുറച്ച് പറയുള്ളൂ, പിന്നെ കൂടി അവസാനം ഖുർആനും തള്ളും, അങ്ങോട്ട് പോകരുത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിശ്വാസം നമുക്ക് പറ്റില്ല, ലളിതമായി കാണാനേ പറ്റൂലത്. ഇനി ഇത് സ്വീകരിച്ചിട്ടില്ലെങ്കിലോ, അത് ഖുർആൻ പറയുന്നത് എത്ര ഗൗരവത്തിലാണ്. ഫലാ വറബ്ബിക, നിൻ്റെ റബ്ബാണ് സത്യം, സത്യം ചെയ്ത് പറയണം. ലാ യുമിനൂന, അവർ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ തർക്കമുള്ള വിഷയത്തിൽ അവർ താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ. സുമാല യജിദുഫി അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത, പിന്നെ നിങ്ങൾ വിധിച്ചതിൽ അവരുടെ മനസ്സിൽ പോലും അവരൊരു പ്രയാസം കാണുന്നില്ല. ബാഹ്യമായി സമ്മതിക്കാറില്ല, മനസ്സിൻ്റെ ഉള്ളിൽ പോലും അതിനോടൊരു അതൃപ്തിയും ഒരു പ്രയാസവും അവർക്കില്ല. യുസല്ലിമു തസ്ലീമ, അവരതിൻ്റെ മുമ്പിൽ 100% കീഴടങ്ങുന്നത് വരെ. അപ്പോൾ നമ്മൾ ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കണം. ബുദ്ധിമുട്ടി ഇടങ്ങേറായി അറുക്കാനും വേണ്ടി അത് അങ്ങനെയൊന്നുമല്ലെങ്കിൽ നല്ല ഇഷ്ടം വേണം. നബിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നബി പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെടലാണ്. അതിനോട് വെറുപ്പുണ്ടാകുക എന്നുള്ളത് പറ്റില്ല. മോമിൻ ആവണമെങ്കിൽ ഏതൊരു വിഷയം എന്താണ് റസൂൽ പറഞ്ഞത് നോക്കണം. ഇവിടെ യുഹക്കിമൂക്ക, കാരണം നബിൻ്റെ വിധി ഖുർആൻ സുന്നത്തുമാണ്. 2 റസൂലാണ് അവിടെ നടപ്പിലാക്കി കാണിച്ചു തന്നെ. മറ്റൊരു വചനം ഒരുപാടുണ്ട്, ചിലതും ഇങ്ങനെ നിങ്ങൾക്ക് അറിയണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി പോവുകയാണ്. ഫൽയഹ്ദർ അല്ലദീന യുഖാലിഫൂന അൻ അംരിഹി, നബി തിരുമേനിയുടെ കൽപ്പനക്ക് വിരുദ്ധം പ്രവർത്തിക്കുന്നവർ ഭയപ്പെടട്ടെ. അൻ തുസീബവും ഫിത്ന, അവർക്ക് ഫിത്ന വരും, ബാധിക്കും. ഔ യുസീബവും അദാബുൻ അലീം, അല്ലെ വേദനയേറിയ ശിക്ഷ അവരെ പിടികൂടും. അവിടെ ഒന്ന് പരലോകത്തിൽ ശിക്ഷ പറഞ്ഞു, മറ്റൊന്ന് ദുനിയാവിലേതാണെന്നാണ് പറയണത്. നബിയുടെ കൽപ്പനക്ക് വിരുദ്ധം പ്രവർത്തിക്കുന്നവർക്ക് ഫിത്ന വരും. ഈ ഫിത്ന 3 തരം എന്ന് പണ്ഡിതന്മാരുടെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാവും. 3 തരം ഫിത്ന. ഒരു ഫിത്ന എന്തെന്നറിയോ? അത് ഇവിടുന്ന് തന്നെ ശിക്ഷകൾ വരും, പരീക്ഷണങ്ങൾ വരും. ഇതിന് എത്ര ഉദാഹരണമാണ് ഒക്കെ പറയാം. ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ ഇടത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നബി അയാളോട് പറഞ്ഞു, എന്താ പറഞ്ഞേ? ഖുൽ ബിയമീനിക, വലത് കൈ കൊണ്ട് തിന്നുക പറഞ്ഞു. അപ്പോൾ അയാൾ പറയാണ് ലാ അസ്തതി, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. കഴിയായിട്ടല്ല, അഹങ്കാരമാണ്. ചിലർ തെറ്റ് പറയുമ്പോൾ ചിലർ കുറ്റബോധമല്ല ഉണ്ടാകുക, ഓൽക്കണ്ട അഹങ്കാരം കൂടും. വൈദാ ഖീലലഹു തഖില്ല അഖദത്തുൽ ഇസ്സത്തു ബിൽ ഇസ്മി എന്നാണ് ഖുർആനിൽ. ചിലരോട് തഖില്ല, അള്ളാഹനെ സൂക്ഷിക്കുന്നതാണ്, അവന് കിബറ് കൂടുക ചെയ്യുക, അവനവൻ്റെ തെറ്റിനെ പറ്റി ബോധം വരില്ലല്ല. അപ്പോൾ റസൂൽ തിരുമേനിയാണ് ഇപ്പോൾ ഈ പറയണേ, വലത് കൈ കൊണ്ട് തിന്നണം. എനിക്കതിന് കഴിയില്ല, ധിക്കാരപരമായൊരു വാക്കുണ്ടല്ലോ. അപ്പോൾ റസൂൽ മുല്ലസ്തത്താകത്ത് നിനക്ക് ഇനി കഴിയില്ല പറഞ്ഞു. ഫമാ റജാത്തില്ല, പിന്നെ ആ കൈ അയാളിലേക്ക് ഉയർന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ആ കൈ കുഴഞ്ഞു പോയി. ചിലപ്പോൾ ഇവിടുന്ന് തന്നെ കിട്ടും ശിക്ഷ എന്നാണ് പറയുന്നത്. തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടൊരു കാര്യം പറഞ്ഞു, മറ്റൊരു കാര്യം പറഞ്ഞു. ഇന്നഹാ സതകൂനു ലൈലത്തൻ ശദീദത്തർ റീഹ്, ഇന്നത്തെ രാത്രി കൊടുങ്കാറ്റുണ്ട്, നല്ലൊരു കൊടുങ്കാറ്റ് വരാനുള്ളത് മുൻകൂട്ടി പറഞ്ഞതാണ്. ഫലാ യഖും ഫിയ അഹദും മിൻകും, ആരും എഴുന്നേൽക്കരുത്. പിന്നെന്ത് ചെയ്യണം? വമൻഖാന മാഹു ബഅർ ഫലിയശുദ്ധ ഇഖാലഹു, ഒട്ടകങ്ങളെയൊക്കെ കെട്ടിയിടണം. അത്ര വലിയ കാറ്റ് വരിച്ചാൽ ഒട്ടകങ്ങളൊക്കെ പോയി കൊണ്ടുപോകാൻ സാധ്യതയാണ്. ഒട്ടകങ്ങളെ കെട്ടിയിടുക, ആരും എഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ വിലക്ക് വരുമ്പോൾ ചിലർക്ക് ആ വിലക്ക് ഇപ്പോൾ പുറത്തേക്ക് പോകരുത് പറഞ്ഞാൽ പുറത്തേക്ക് പോകാനൊരു പൂതി, എന്താ അവിടെ ഉള്ളത് നോക്കാൻ, അങ്ങനെയുണ്ട് ചിലർക്ക്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും എഴുന്നേൽക്കരുതെന്ന് പറഞ്ഞാൽ ഒരാൾ ഒന്ന് എഴുന്നേറ്റ് നോക്കിയതാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാം? അയാളെ ഹബ്ബത്ത് റീഹുൻ ശരീര, കൊടുങ്കാറ്റ് വന്നു. ഫഖാമ റജുൽ, ഒരാൾ എഴുന്നേറ്റു. ഫഹമലത്ഹു റീഹു, ആ കാറ്റ് അയാളെ വഹിച്ചു കൊണ്ടുപോയി. ഫൽഖത്തു ബി ജബലൈ തൊയ്, ആ തൊയ്യ് എന്ന ആ വലിയ
പർവ്വതങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയിട്ട് എന്നിട്ട് കുറേ ദൂരം കാറ്റവനെ പറത്തി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അവിടൊക്കെ എന്താ റസൂലൊരു കാര്യം പറഞ്ഞാൽ അവിടെ നിൽക്കണം, ചിലപ്പോൾ ഇവിടുന്ന് തന്നെ ശിക്ഷ കിട്ടും. അതുപോലെ ഒരുപടി ഉദാഹരണങ്ങൾ കിട്ടും. ഞാൻ അതിലേക്ക് കയറുന്നില്ല, ഉണ്ട് ഒന്നെണ്ണം എഴുതി കൊണ്ടുവന്ന് തന്നെ ഇപ്പോൾ അവൻ ഒഴിവാക്കി. നിങ്ങൾ നോക്ക്, മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്കെതിരെ വളരെ മോശം നിലപാട് സ്വീകരിച്ചാൽ അവരെ, ഇനി നബി തിരുമേനിയുടെ ഹദീസിനോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ മുസ്ലിം അല്ലെങ്കിലും അവരെ രണ്ട് കൂട്ടരെയും അള്ളാഹു ചെയ്യുന്നത്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞൊരു കാര്യം ഞാൻ പറയണത്. അദ്ദേഹം പറയുന്നത് കാഫിറുകൾ വരെ, ഇവിടെ ഇപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്ത് എഴുതിയല്ലോ ഹുദൈബിയ സന്ധിൻ്റെ സമയത്ത്, കിസ്റ കൈസർ കൊട്ടാരങ്ങളിലേക്ക്, അവിടുത്തെ രാജാക്കന്മാരിലേക്കൊക്കെ കിസ്റ ചക്രവർത്തിക്ക് കൈസർ ചക്രവർത്തി കത്തെഴുതിയിരുന്നു. രണ്ടാളും മുസ്ലിമായിട്ടില്ല. പക്ഷേ കൈസർ എന്ത് ചെയ്തു? നബിയുടെ കത്തിനെ ആദരിച്ചു ബഹുമാനിച്ചു. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് നമുക്കറിയാതെ, ഇർക്കലിൻ്റെ ഹദീസ് സഹീഹ് ബുഖാരിയിലൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹം വളരെ നല്ല നബിയുടെ കത്തിനെ ആദരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഫസബത്ത മുൽക്കു, അദ്ദേഹത്തിൻ്റെ അധികാരം നിലനിന്നു എന്ന് പറഞ്ഞു. ഫയുഖാൽ, ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, ഇന്നൽ മുൽക്ക ബാക്കിയും ഫി ദുരിയത്തിയിലല്ലയോ, ഈ ആധിപത്യം അയാളുടെ സന്തതികളിൽ ഇന്നും നിലനിൽക്കുന്നു. ഇന്നും റോമാ സാമ്രാജ്യമൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. എന്നാൽ കിസ്റ, ഇതേമാതിരി പേർഷ്യൻ രാജാവിന് കിസ്റ ചക്രവർത്തിക്ക് നബി കത്ത് എഴുതിയപ്പോൾ അയാൾ പറഞ്ഞത് അബ്ദുൻ ഹഖീർ, നിന്ദ്യനായ ഒരടിമ എനിക്ക് കത്ത് എഴുതുകയോ അതിനവൻ വളർന്നോ എന്ന് പറഞ്ഞ് നബിയുടെ കത്ത് പിച്ച് ചീന്തി നിസ്സാരമാക്കി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു അയാൾ. ഇത് റസൂൽ അറിഞ്ഞപ്പം മസ്സഖ് അല്ലാഹു മുൽക്കോ, അവൻ്റെ മുൽക്കിനെ അള്ളാഹും പിച്ച് ചീന്തട്ടെ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് ഏതാനും സമയങ്ങൾ കഴിഞ്ഞ് അയാളുടെ ഉള്ളിൽ തന്നെ ആഭ്യന്തര കലഹമുണ്ടാവുകയും അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്, ഈ ടീമിന്, പേർഷ്യൻ സാമ്രാജ്യത്തിന് പിന്നെ നിലനിൽപ്പേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ചിലപ്പം മുസ്ലിങ്ങളല്ലാത്തവർക്ക് പോലും ഹദീസിനെ ആദരിച്ചതിൻ്റെ പേരിൽ ചിലപ്പോൾ അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നതും അതിനെ നിസ്സാരമാക്കി പരീക്ഷിച്ചവർക്കെതിരെ ശിക്ഷകൾ നടത്തിയതൊക്കെ ഉദാഹരണത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. പിന്നെ ഫിത്തന പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഫിത്തന നബിയുടെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുന്നവർക്ക് ഫിത്തന വരും എന്ന് പറഞ്ഞതിൽ ഒന്ന്, അത് ഈ ലോകത്തു നിന്ന് ശിക്ഷ വരും. രണ്ടാമത് അവർക്ക് കുഫർ സംഭവിക്കും. അതാണ് കുഫർ സംഭവിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞല്ലോ, നബി തിരുമേനിയുടെ ഒരു ഹദീസിനെ പരീക്ഷിച്ചാൽ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്തിനെ വെറുത്താൽ കാഫറായി എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അദ്ദേഹം പറഞ്ഞേ. അപ്പോൾ കുഫറിലെത്തും. വേറൊന്ന് ഷിർക്ക്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ഇവിടെ ഫിത്ന എന്ന് പറഞ്ഞാൽ ഹുവ ഷിർക്ക്, അത് ഷിർക്കാണ്, ഷിർക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഷിർക്കിലകപ്പെടും. റസൂൽ പറഞ്ഞ് കേൾക്കാതിട്ടാണല്ലോ പലരും ഷിർക്ക്. നമ്മുടെയൊക്കെ നാട്ടിൽ ഷിർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയങ്ങളൊക്കെ തള്ളി. മക്കാ വിജയത്തിൻ്റെ നലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചിട്ട് ഉയർന്നു നിൽക്കുന്ന കബറുകളൊക്കെ തട്ടി നിർത്താൻ പറഞ്ഞിരുന്നല്ലോ. പക്ഷെ നമ്മുടെ ആൾക്കാർ അതൊക്കെ കണ്ട് ഹദീസിൽ നോക്കിക്കും, കബറുകളങ്ങനെ കെട്ടിപ്പോക്കും. നബി പറഞ്ഞതിനെതിരായി നിൽക്കുമ്പോൾ ഷിർക്കിലകപ്പെടുന്നുണ്ട്. ഇതുപോലെ കുറേ ഉണ്ട്. ഇസ്ലാം പഠിപ്പിച്ചത് ഒഴിവാക്കിയിട്ട് വേറെ പലതിൻ്റെയും പിന്നാലെ കൂടുക. ശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ ഒരു കൂട്ടരെ പറ്റി, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബ മിൻ ദൂനില്ല, അവരുടെ പണ്ഡിതന്മാരെ പുരോഹിതന്മാരെ അള്ളാഹ്ക്ക് പുറമെ റബ്ബുകളാക്കി. വൽ മസീഹബിനു മറിയം, മസീബിനു മറിയമിനെയും ഇത് തുടങ്ങുന്ന വചനം. അപ്പോൾ ഇത് കേട്ടപ്പോൾ ക്രിസ്ത്യാനികളെ കൂട്ടത്തിൽപ്പെട്ട അദീബിന് ഹാത്തിം നബിയോട് വന്ന് പറഞ്ഞു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. അദ്ദേഹം നബിയെ ഞങ്ങളുടെ നേതാക്കന്മാരെ പുരോഹിതന്മാരെ റബ്ബുകളാക്കലില്ലല്ലോ, പിന്നെ എന്തെങ്ങനെ പറഞ്ഞേ? അപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ അള്ളാൻ്റെ വിധിയുടെ ഉണ്ടെങ്കിലും നിങ്ങളുടെ റബ്ബുകൾ പറഞ്ഞ് നിങ്ങൾ കേൾക്കലുണ്ടോ, പുരോഹിതന്മാർ പറഞ്ഞ് കേൾക്കലുണ്ടോ, അള്ളാൻ്റെ നിയമം മാറ്റി വെച്ചിട്ട്? അങ്ങനെ ഉണ്ട്. എന്നാൽ ഫത്തിൽ ഇബാദത്തും അതുതന്നെയാണ് അവർക്കുള്ള ഇബാദത്ത്. അള്ളാൻ്റെ ദീനോടുണ്ടാകുമ്പോൾ വേറുള്ള ആൾക്കാർ ഇതാണ്ട് ഒഴിവാക്കിയിട്ട് വലുത് പറഞ്ഞിങ്ങനെ അത് ജീവിതത്തിൽ പകർത്തി നടക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഈ ഫിത്നൻ്റെ അർത്ഥം എന്ന നിലക്ക് പറഞ്ഞതാണ്. ഇനി ഇങ്ങനെയൊക്കെയുള്ള പ്രാധാന്യം പറഞ്ഞു. ഇത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മഹാപ്രശ്നമാണ് പറഞ്ഞു. കുഫറിൻ്റെ ഷിർക്കിൻ്റെ അവസ്ഥയൊക്കെ വരുന്നൊക്കെ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണിത്? കാരണം ഇത് വഹിയാണ്. ഇത് നമ്മൾ തള്ളാൻ പറ്റുമോ?
വിശുദ്ധ ഖുർആൻ വഹയാണ്. അതുതന്നെയാണ് ഹദീസിനെ പറ്റിയും പറയുന്നത്. രണ്ടും വഹയാണ്. പിന്നെ അങ്ങനെ തള്ളുക. പല ആൾക്കാർ ചോദിക്കണതിന് അത്ഭുതം തോന്നി. ഇത് മനസ്സിലാഞ്ഞിട്ടാണ്. അള്ളാഹ് ആകാശത്തു നിന്ന് ഇറക്കണമല്ലോ ഈ വഹി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അള്ളാഹു നബിയുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നതല്ല ഈ വഹി എന്ന് പറയുന്നത്. ഇതെങ്ങനെ തള്ളുക? ഇത് തള്ളിയാൽ പിന്നെ പ്രശ്നം തന്നെയല്ലേ. അപ്പോൾ വഹിയാന്നുള്ള തെളിവ് ഒരുപാടുണ്ട്. ഒന്ന് വമയുത്തിയൂർ റസൂല ഫഖദ് അത്താ അള്ളാഹ്. ആരെങ്കിലും അള്ളാഹുവിനനുസരിച്ച് നബി അനുസരിച്ചാൽ അള്ളാഹുവിനനുസരിച്ചു എന്നാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് ഖുർആനിലേക്ക് നമുക്ക് നബിയിലൂടെ പോകണം എന്നാണ് ഈ പറയണത്. കാരണം വമയുത്തിയൂർ റസൂൽ അള്ളാഹ് പറയാം, റസൂലിനെ ആരെങ്കിലും അനുസരിച്ചാൽ ഫഖദ് അത്താ അള്ളാഹ്, അള്ളാഹുവിനനുസരിച്ചു. ഇതിൻ്റെയൊക്കെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ പറയുന്നത്, സഅദി പറയുന്നതൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നും നമ്മൾ വായിക്കാൻ നേരില്ല എനിക്ക്. അതിൽ പറയുന്ന ആശയം ഇതാണ്. എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചാൽ, കാരണം നബി വഹിൻ്റെ അടിസ്ഥാനത്തിലേ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ നബീനെ അനുസരിക്കുന്നതിലൂടെയാണ് നമുക്ക് കിതാബൊക്കെ മനസ്സിലാവുള്ളൂ. നബി തിരുമേനി അങ്ങനെ ചെയ്യുള്ളൂ. വമാ യന്തിഖു അനിൽ ഹവ, നബി തന്നിഷ്ടപ്രകാരം സംസാരിക്കുകയില്ല. ഇൻഹുവ ഇല്ലാ വഹീൻ യൂഹ, തനി കിട്ടുന്ന വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുക. മറ്റൊരു വചനം അൻസലല്ലാഹ് ഇറക്കി തലേക്ക് താങ്കളുടെ മേൽ അൽ കിതാബ ഖുർആനും വൽ ഹിക്മത്ത സുന്നത്തും, രണ്ടും ഇറക്കി തന്നു എന്നാണ് പറയുന്നത്. ആ ഹിക്മത്ത് ഹദീസാന്നുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇനി സഹീഹ് ബുഖാരിയിലുണ്ട് കിതാബുൽ ഇത്തിസാം. അതിലൊരു ഹെഡിങ് എന്നാണ്, ഒരു ബാബ്, മാക്കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസ്അലു മിമ്മാലം യുൻസൽ അലൈഹിൽ വഹയു, വഹി ഇറക്കപ്പെടാത്ത ചില വിഷയങ്ങൾ നബി ചോദിക്കപ്പെട്ടാൽ ഫയഖൂലു ലാ അദ്രി എന്ന് പറയും, എനിക്കറിയില്ല എന്ന് പറയും. നബി പറയാം, നബിയോട് സംശയം ചോദിച്ചാൽ നബി വഹി കിട്ടാത്ത വിഷയം ചോദിച്ചെങ്കിൽ എനിക്കറിയില്ല പറയും. ഔലം യുജൽ, ഉത്തരം പറയില്ല. എത്താ യുൻസൽ അലൈൽ വഹി, വഹി ഇറങ്ങുന്നത് വരെ. വലം യഖുൽ ബി റഅയും വലാ ബി ഖിയാസ്, ആ ഖിയാസ് അനുസരിച്ചാൽ എനിക്കിങ്ങനെയാണ് തോന്നണമെന്ന് പറഞ്ഞിട്ടൊന്നും പറയില്ല. പിന്നെ എന്ത് ചെയ്യും? വഹി ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കും. എന്തുകൊണ്ട്? ഖൗലിഹി തആല, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് നബിയോട്, ബിമാ അറാക്കല്ല, അള്ളാഹ് എന്താണോ താങ്കൾ കാണിച്ചു തരുന്നത് അതനുസരിച്ച് താങ്കൾ പറയുക, വിധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ നബിക്ക് സ്വാതന്ത്ര്യമുള്ളൂ. അപ്പോൾ നബി എന്ത് പറയുന്നു വഹീൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അല്ലെങ്കിൽ നബി മിണ്ടാതിരിക്കും. അല്ലെങ്കിൽ പിന്നെ നബിയുടെ ഇജ്തിഹാദ് അനുസരിച്ച് വേറെ വിഷയം അത് പിന്നെ നമുക്ക് സൂചിപ്പിക്കാം. എന്നിട്ട് വേറെ തെളിവ് കൊടുക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി തിരുമേനിയോട് ഒരു കൂട്ടർ വന്നിട്ട് എന്താണ് റൂഹ്, റൂഹ്, എന്താണ് റൂഹ് എന്ന് ചോദിച്ചു. നബി ഒന്നും മണ്ടണില്ല. പിന്നെ വചനം ഇറങ്ങി, യസ്അലൂനക അനി റൂഹി എന്ന് പറഞ്ഞിട്ടുള്ള വചനം. അപ്പോൾ നബി പറഞ്ഞു കൊടുത്തു, അറിയില്ലേ ഒന്നുകിൽ എനിക്കറിയില്ല പറയും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. എന്നിട്ട് പിന്നെയും ആ സഹീഹ് ബുഖാരിനെ അദ്ദേഹത്തെ കാണാൻ കഴിയും, കുറേ ഉണ്ട് അതിൽ. ആ കൂട്ടത്തിൽ ഒന്ന് എന്താണെന്നറിയോ, ജാബിർ ബിൻ അബ്ദുല്ല പറയാൻ, മരിയൽത്ത് എനിക്ക് രോഗമായി. അങ്ങനെ നബി എൻ്റെ അടുത്ത് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ നബി തിരുമേനി ഓതു കൊടുത്തു, എൻ്റെ മേലെ ഓതുവിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തടവി. അപ്പോൾ എനിക്ക് ബോധം തെളിഞ്ഞു. ഞാൻ ബോധം കെട്ടിയിരുന്നു. ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നബിയെ ഞാൻ ഈ രോഗത്തിൽ മരിച്ചു പോകുന്ന തോന്നണേ. കൈഫ് അഖ്ലി ഫി മാലി, എൻ്റെ ധനം ഞാൻ എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത്, അല്ല വീതിക്കേണ്ടത്, എന്താ ഞാൻ ചെയ്യേണ്ടത്, അല്ലെ തീർപ്പാണ്, എൻ്റെ സ്വത്ത് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ നബി ഫമാ അജാബനി ബിഷൈ, നബി ഒന്നും മറുപടി പറയുന്നില്ല. നബിയോട് ചോദിച്ചിട്ട് മിണ്ടുന്നില്ല, മറുപടി ഇല്ല. ഹത്താ നസലത്ത് ആയത്തുൽ മീറാസ്, അങ്ങനെ അനന്തരാവകാശ സ്വത്ത് വിഭജിക്കുന്ന ആയത്തുകൾ ഇറങ്ങിയപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു, ഇതുവരെ മിണ്ടിയില്ല. അപ്പോൾ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സംസാരിക്കുന്നത് എന്ന് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീൽ കുറേ ഹദീസ് വെച്ചിട്ട് പറയേണ്ട ഭാഗം ഇനിയും കുറേ ഉണ്ട്, അതിലേക്ക് കയറുന്നില്ല. ഇനിയും ഹദീസ് വഹയാന്ന് വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല അറിയുക, ഇന്നി ഊതീത്തുൽ കിതാബ, എനിക്ക് വഹയായി നൽകപ്പെട്ടിരിക്കുന്നു വിശുദ്ധ ഖുർആൻ. ഇപ്പോൾ ആർക്കും തർക്കമില്ലല്ലോ. പിന്നെ പറയാം, വമിസ്ലഹു മഅഹു, അതോടൊപ്പം അതുപോലെയുള്ള മറ്റൊന്നും. അത് പിന്നെ ഏതാ? എനിക്ക് ഖുർആൻ വഹയായി കിട്ടിയിട്ടുണ്ട്, അതോടൊപ്പം അതുപോലെ മറ്റൊന്നും. അത് പിന്നെ ഹദീസല്ല, പിന്നെ വേറൊന്നുമില്ലല്ലോ. എന്നിട്ട് പിന്നെയും കൂടി നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ യൂശിഖു റജുൽ ശബാനു അലാ അരീക്കത്തി, ഇനിയൊരു കാലം വരും, ചിലർ വയറ് നിറച്ച് തിന്നിട്ട് അവൻ്റെ സോഫയിലിരുന്ന് ഇങ്ങനെ പറയും. ഈ ഔഹിക വിഭവങ്ങൾ കൂടുമ്പോഴാണല്ലോ ഇത്
ഭൗതിക വിഭവം കൂടുമ്പോഴാണ് ചിലർക്ക് പ്രശ്നം വരില്ലേ. അതുകൊണ്ടാണ് ചിലരൊക്കെ എത്ര പ്രാർത്ഥിച്ചാലും അള്ളാഹുവിലേക്ക് ഭൗതിക വിഭവം കൊടുക്കലില്ല. എന്താ വെച്ചാൽ ഓനെ നശിപ്പിക്കണ്ട വിചാരിച്ചിട്ടാണ്. അത് പണ്ഡിതന്മാർ പറഞ്ഞു അൽ മാനു ഹുവൽ അത്ത, ചിലർ കൊടുക്കാതിരിക്കലാണ് കൊടുക്കൽ എന്നാണ് പറഞ്ഞത്. കാരണം ഓനെ നശിപ്പിക്കണ്ടാന്ന്. കാറൂൻ്റെ ചരിത്രമൊക്കെ പറയില്ലേ, പിന്നെയും വേണം എന്ന് പ്രാർത്ഥിച്ചു ഓനെ അഹങ്കാരിയായി. പിന്നെ അവസാനം അവനെ ഭൂമി വിഴുങ്ങിയതൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സൗകര്യം കൂടുമ്പോൾ പിന്നെ അവർക്ക് ഹദീസൊന്നും പറ്റില്ല. അതുപോലെ പല കാര്യത്തിനും ഹദീസ് എതിരായിരിക്കും. പിന്നെ അതൊക്കെ പറയണവരോടും ദേഷ്യമായിരിക്കും. അപ്പോൾ റസൂൽ തിരുമേനി പറയും, ഇങ്ങനെ സൗകര്യം കൂടുമ്പോൾ അവർ ആഡംബര ജീവിതത്തിൽ സോഫയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ പറയുന്ന ഒരു കാലം വരും. അലൈക്കും ബി ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ എടുത്താൽ മതി. ഫമാ വജത്തു ഫീമിൻ ഹലാൽ, അതിലെന്ത് ഹലാൽ ഉണ്ടോ ഫാഹില്ലു, അത് നിങ്ങൾ ഹലാലായി കണ്ടാൽ മതി. വമാ വജത്തും ഫീമിൻ ഹറാം, ഖുർആനിൽ എന്ത് ഹറാം പറഞ്ഞോ അത് ഫഹരിമൂഹു, അത് നിങ്ങൾ ഹറാമാക്കിയാൽ മതി. എന്നിട്ട് റസൂൽ അറിയുക, അള്ളാഹിൻ്റെ ദൂതൻ ഹറാമാക്കിയത് അള്ളാഹ് ഹറാമാക്കിയത് പോലെ തന്നെയാണ്. രണ്ടും ഒരേ മാതിരിയാണ് പറഞ്ഞത്. ഖുർആൻ ഹറാമാക്കിയത് പോലെ തന്നെയാണ് നബി ഹറാമാക്കിയതും, ഖുർആൻ ഹലാലാക്കിയത് പോലെ തന്നെയാണ് നബി ഹലാലാക്കിയതും. എന്നിട്ട് നബി സ്വന്തമായി ഖുർആനിലില്ലാത്ത കുറച്ച് നിയമങ്ങളും പറഞ്ഞു. അതിലൊന്നെന്താ, ഒന്ന് നാടൻ കഴുതയെ തിന്നാൻ പറ്റൂല എന്ന് അത് പറഞ്ഞതാണ് ചില നിങ്ങൾ. അതുപോലെ ഈ വളഞ്ഞ കൊക്കും അതുപോലെ കാലിൻ്റെ നഖങ്ങൾ കൊണ്ടൊക്കെ ഇര പിടിക്കുന്ന ചില പക്ഷികളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും തിന്നാൻ പറ്റില്ല, അതൊന്നും ഖുർആനിൽ പറയാത്തതാണ്. അങ്ങനെ ചില നിയമങ്ങൾ നബി തിരുമേനി നമുക്ക് പറഞ്ഞുതരും ചെയ്തു. എത്ര വ്യക്തമാണ് ഇതൊക്കെ. രണ്ടും വഹയാണ്. ആ രണ്ടും വഹ എന്നുള്ള ഒരു തെളിവും കൂടി ഞാൻ പറയട്ടെ. എന്താണെന്നറിയും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം ബുഖാരിയിലൊക്കെ ഉള്ളത് സംഭവമാണ്. യഖൂലൂന അക്സറ അബൂ ഹുറൈറ, ചിലർ പിൽക്കാലത്ത് പറയാം. അബൂ ഹുറൈറ കുറച്ച് അധികം പറയുന്നുണ്ട്. അദ്ദേഹമുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം കുറേ അധികം പറയുന്നുണ്ട്. എന്നാൽ ലൗല ആയത്താനി ഫി കിതാബില്ല മാ ഹദ്ദസ്തു ഹദീസൻ, അള്ളാഹിൻ്റെ ഖുർആൻ 2 ആയത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരൊറ്റ ഹദീസും പറയുമായിരുന്നില്ല. ഞാൻ എന്തിനാണ് ഹദീസൊക്കെ പറയുന്നത്? ഈ 2 വചനം ഉള്ളത് കൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം 2 ആയത്തും ഓതുകയാണ്. ഒന്നെന്താ, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി വൽ ഹുദാ, നമ്മൾ ഇറക്കിയ വ്യക്തമായ തെളിവുകളും നേർമാർഗവും മറച്ചു വെക്കുന്നവർ, നമ്മൾ ഇറക്കിയ. അപ്പോൾ അത് മറച്ചു വെക്കാൻ പാടില്ല. അള്ളാഹ് ഇറക്കിയതാണല്ലോ ഖുർആൻ, മറച്ചു വെക്കാൻ പാടില്ല. പക്ഷെ ഇവിടുത്തെ വിഷയം ഹദീസാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഹദീസ് പറയണത്? അള്ളാഹു ഇറക്കിയ ഈ ഹദീസ് ഞാൻ മറച്ചു വെച്ചാൽ എനിക്ക് കുറ്റം കിട്ടും. അപ്പോൾ സഹാബികളൊക്കെ മനസ്സിലാക്കിയ വിഷയമാണിത്. ഹദീസും അള്ളാഹു ഇറക്കിയതാണ്. എന്നിട്ട് 2 ആയത്തും അദ്ദേഹം ഈ വിഷയത്തിൽ ഓതി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ് ഹദീസ്. ചിലത് പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത നിയമങ്ങളും പറയും. പരിശുദ്ധ ഖുർആൻ്റെ വിശദീകരണം ഹദീസിലൂടെ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാനല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഹദീസിലൂടെ തന്നെ പോകണം. ഹദീസല്ല ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നത്. ഖുർആൻ ചിലത് മൊത്തത്തിൽ നിസ്കരിക്കണം എന്ന് പറയും. പക്ഷേ ഹദീസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു സുജൂദ് ചെയ്യാൻ പോലും പറ്റില്ല. ഭൂമിയിൽ തല വെച്ചിട്ടാണ് സുജൂദ് ചെയ്യേണ്ടതെന്ന് ഖുർആനിൽ നോക്കിയാൽ കിട്ടുമോ? ഖുർആനിലുള്ളത്. ഒരു തക്ബീറത്തുൽ ഇഹ്റാമിൽ കയറിയിട്ട് നിസ്കാരത്തിൽ പ്രവേശിക്കേണ്ടത് നമുക്കറിയാം, അത് ഖുർആനിലുണ്ടോ? അതിനുശേഷം ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥന ഉണ്ടെന്ന് അറിയാം ആദ്യ റക്അത്തിൽ, അത് ഖുർആനിലുണ്ടോ? അതിനുശേഷം ഫാത്തിഹ സൂറത്ത് ഓതേണ്ട, അത് ഖുർആനിൽ കിട്ടുമോ? അതിനുശേഷം സൂറത്തുണ്ടോ? പിന്നെ റുക്കൂ ചെയ്യണമെന്ന് ഖുർആനിലുണ്ടാവും. റുക്കൂ ചെയ്യേണ്ട രൂപം ഖുർആനിലുണ്ടോ? അതിൽ ചെയ്യേണ്ട ദിക്റുകൾ ഖുർആനിലുണ്ടോ? പിന്നെ ഇത്തിദാലിൽ പോകണ്ട നമ്മൾ, അത് ഖുർആനിൽ കിട്ടുമോ? അങ്ങനെ ഓരോന്നെടുത്ത് നോക്ക്. ഖുർആനിൽ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങളുണ്ടോ? ഓരോന്നിൻ്റെ നിസാബുണ്ടോ? എങ്ങനെയൊന്നുണ്ടോ? പക്ഷെ അതൊക്കെ വിവരിക്കുന്നത് അൻസൽന ഇലൈക ദിക്ർ ലിതുബയ്യിന ലിന്നാസ്. ഈ ദിക്ർ താങ്കൾക്ക് നമ്മൾ ഇറങ്ങി, താങ്കളത് വിശദീകരിച്ചു കൊടുക്കുക. അത് നബിക്ക് തോന്നിയ മാതിരി വിശദീകരിക്കുകയല്ല. പിന്നെയോ സുമ്മ ഇന്ന അലൈന ബയാനവും, അതിൻ്റെ വിവരണവും ഞാൻ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹ് പറയണേ. അപ്പോൾ റസൂൽ നിസ്കാരം നമുക്ക് പറഞ്ഞു തരുന്നത്, വേറുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എന്താണ്? അള്ളാഹ് അറിയിച്ചു കൊടുക്കുക തന്നെയാണ്. ഒക്കെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഈ രൂപത്തിൽ മതത്തിൻ്റെ പ്രമാണം എന്നതിലേക്ക് തുല്യസ്ഥാനത്തെന്ന പണ്ഡിതന്മാർ പറയുന്നത്. ഖുർആന് വേറെ കുറേ പ്രത്യേകത, മുത്തവാത്തിറാണ്, അത് മത്ലൂബ് ആണ്, ഓരോന്നും പാരായണം ചെയ്യുന്നതിന് ഇബാദത്താണ്, അതൊക്കെ എല്ലാം അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. പക്ഷേ പ്രമാണം സ്വീകരിക്കുക എന്ന നിലയ്ക്ക് രണ്ടും ഒരേ സ്ഥാനത്താണ് വലിയ വലിയ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഖുർആൻ മനസ്സിലാവണമെങ്കിൽ തന്നെ ഹദീസിലൂടെ പോയാലേ മനസ്സിലാവുള്ളൂ. അതിൽ ചിലത് എന്തായാലും മനസ്സിലാവില്ല.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആ ഭാഗം കുറയേണ്ട ഒറ്റ കാര്യം പറയാം. മുസ്ലിം ആവണമെങ്കിൽ ഒരാൾ കടന്നു വരുന്ന ഷഹാദത്ത് ചൊല്ലിയിട്ടല്ലേ. അതോടെ കിട്ടിയേ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലണം. അത് ഖുർആനിലുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നിത്യവും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവനും നമുക്ക് പറഞ്ഞു തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹ് ഏൽപ്പിച്ചതാണ് നബി തിരുമേനെ. ആ നബി അതിൽ നിന്നുകൊണ്ട് ഒഴിവാക്കിയിട്ട് പിന്നെ ഓൻ എന്ത് ദീനാണ്? ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും പറയുന്ന ഒരു കാര്യമാണ്. ചില സാഹിത്യകാരന്മാർക്ക് പറയും. ചേകനൂർ മൗലവിയോട് എനിക്ക് ഏകമുള്ള ദേശീയ ഇതാണ്, മുഹമ്മദ് നബി അതിനുണ്ട് ഒഴിവാക്കി. എനിക്ക് മുഹമ്മദ് നബി എന്ന മഹാനെ മനസ്സിലാക്കിയതിനെ ഹദീസിലൂടെയാണ് ഞാൻ. നബിയാണുള്ളതിൻ്റെ ജീവിതം നമുക്ക് ഖുർആൻ നമുക്ക് പ്രാവർത്തിക രൂപത്തിൽ കാണിച്ചെന്ന് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് പിന്നെ ഏതായാലും ഇൻഷാ അല്ലാഹ് പറയാം. ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഈ സമയം 6 മണി വരെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അത് ഇൻഷാ അല്ലാഹ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രചാരകരാണ്. നമ്മുടെ പേര് അഹ്ലുസുന്ന വൽ ജമാഅ എന്നാണ്. കണ്ടോ, ഹദീസിൻ്റെ ആൾക്കാരാണ്, അതിൽ സംഘടിച്ചവരാണ് നമ്മൾ. ഒരൊറ്റ ഹദീസും തള്ളാൻ സമ്മതിക്കരുത്. അത് പറയാൻ നമ്മുടെ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അഹ്ലുസുന്നൻ്റെ വഴിയിലാവുള്ളൂ. ഹദീസ് സഹിയാണോ ഒന്നും തള്ളാൻ പാടില്ല. മനസ്സിലാവും. ചില ഹദീസുകളെ പറ്റിയൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സ്ഥലങ്ങൾക്കിടയുണ്ട്. അത് വേറെ വിഷയമാണ്. ആരും ഹദീസ് തള്ളുന്നവരല്ല. ചില ഹദീസിന് വേറെ രൂപത്തിൽ മനസ്സിലാക്കി വേറെ ഇങ്ങനെ മനസ്സിലാക്കി അതല്ലത്. എല്ലാവരും ഹദീസ് സ്വീകരിക്കുന്ന നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. ആ രൂപത്തിലാണ് നമ്മൾ ആവേണ്ടത്. റബ്ബ് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.